പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 6 വെള്ളി. പ്രധാന വാർത്തകൾ. ഒമാന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലാകാൻ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുഖം-1 വിക്ഷേപിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:05 ദുഖമിലെ ഇത്ലാഖ് സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു വിക്ഷേപണം. സമുദ്രനിരപ്പിൽ നിന്ന് 140 കിലോമീറ്റർ ഉയരത്തിൽ 1530 മീറ്റർ സെക്കൻഡ് വേഗതയിൽ ഏകദേശം 15 മിനിറ്റോളം റോക്കറ്റ് സഞ്ചരിച്ചുവെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച വിക്ഷേപണം നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. 123 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് 6.5 മീറ്റർ ഉയരമാണുള്ളത്. സെക്കൻഡിൽ 1530 മീറ്റർ വേഗതയിൽ ഉയരും. 2025 3 വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒമാനി സ്പേസ് കമ്പനിയായ നാഷണൽ എയറോസ്പേസ് സർവീസ് കമ്പനി നാസ്കോം ആണ് 2023 പ്രഖ്യാപിച്ച ഇത്ലാഖ് സ്പേസ് പോർട്ടിന് നേതൃത്വം നൽകുന്നത്. മെന മേഖലയിലെ തന്നെ ആദ്യ സ്പേസ് പോർട്ടാണിത്. ഗവേഷണ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള റോക്കറ്റ് ഉപഗ്രഹ വിക്ഷേപണങ്ങൾ, റോക്കറ്റ് അസംബ്ലി, പരീക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. വിവിധങ്ങളായ ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുണ്ട്. ബഹിരാകാശ മേഖലയിലെ ഒമാന്റെ ഏറെ ശ്രദ്ധേയമായ സ്വകാര്യ സംരംഭങ്ങളിൽ ഒന്നാണ് ഈ പദ്ധതി. തുടക്കമെന്ന നിലയ്ക്ക് ശബ്ദമുള്ള ചെറിയ റോക്കറ്റുകളാണ് ഇത്ലാഖിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. കാലക്രമേണ സമഗ്ര സ്പേസ് പോർട്ടായി വളരാനുള്ള ശേഷി ഇത്ലാഖിനുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് എന്ന ഒമാന്റെ ഭൗമശാസ്ത്ര സ്ഥാനം വലിയ നേട്ടമാണ് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പകരുക. ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ഭ്രമണപഥത്തിൽ എത്താനാകും. കുറഞ്ഞ ഇന്ധന ചെലവാണ് ഉണ്ടാകുക. അതിലൂടെ വിക്ഷേപണ ചെലവ് വളരെയധികം കുറയും. അതിനാൽ തന്നെ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒമാന് പരിഗണനീയ സ്ഥാനമുണ്ടാകും. ഒമാനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന കണ്ണൂർ സ്വദേശി നാട്ടിൽ നിര്യാതനായി. കിഴുന്ന CK സുനിൽകുമാറാണ് നാട്ടിൽ മരണപ്പെട്ടത്. ദീർഘകാലം മസ്കത്ത് റൂവിയിൽ ജോലി ചെയ്തിരുന്നു. പരേതനായ മുകുന്ദൻ മാസ്റ്ററുടെയും യശോദ ടീച്ചറുടെയും മകനാണ്. മസ്കത്ത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ ധന്യ ആണ് ഭാര്യ. മക്കൾ ശ്രീഹരി, ശ്രീനിധി. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർഖ വിലായത്തിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് സിലാൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു. സാമ്പത്തിക മന്ത്രി ഡോക്ടർ സയീദ് ബിൻ മുഹമ്മദ് അൽ സഗരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ ജൂണിൽ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരുന്നു. മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. 2020 ആണ് രാജ്യത്തിന്റെ ഭക്ഷ്യകലവറയാകാൻ ഗസായിൻ ഇക്കണോമിക് സിറ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ പ്രധാനമായിരുന്നു സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ്. നിലവിലുണ്ടായിരുന്ന മവേല സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഗസായിൻ സിറ്റിയിലേക്ക് പുതിയ മാർക്കറ്റ് മാറുന്നതിനായി 2021 ആണ് കരാർ ഒപ്പുവെച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ 2022 മെയ് മാസത്തിലാണ് ആരംഭിക്കുന്നത്. ഇവ അതിവേഗം പൂർത്തീകരിക്കുകയും മാർക്കറ്റിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്തുവെന്ന് സിലാൽ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഖാലിദ് അൽ ഖാത്തിബ് പറഞ്ഞു. പച്ചക്കറികളും പഴങ്ങളും വ്യാപാരം ചെയ്യുന്നതിനുള്ള ദേശീയ, അന്തർദേശീയ വിപണിയും കാർഷിക സ്ഥാപനങ്ങളും വ്യക്തിഗത കർഷകരും വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവുമായാണ് സിലാൽ മാർക്കറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് 60% ഓഹരി, സാലം ആൻഡ് പാർട്ട്നേഴ്സ് 25%, ഗസ്ന ലോജിസ്റ്റിക് 10%, അൽ ഖൽബാനി ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് 5% എന്നിവയുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കിയത്. ഏറ്റവും ഉയർന്ന അന്തർദേശീയ സവിശേഷതകളും മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സിലാൽ മാർക്കറ്റിലെ ഓപ്പറേഷൻ മാനേജർ ഉസ്മാൻ ബിൻ അലി അൽ ഹത്താലി പറഞ്ഞു. മാർക്കറ്റിൽ ആധുനികവും സംയോജിതവുമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ കൂളിംഗ് ഏരിയകൾ,
മൊത്തക്കച്ചവടം, ഡ്രൈ വെയർ ഹൗസുകൾ, സോർട്ടിംഗ്, പാക്കേജിംഗ് വർക്ക്ഷോപ്പുകൾ, കസ്റ്റംസ് ഇൻസ്പെക്ഷൻ പ്ലാറ്റ്ഫോം, ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സ്റ്റാളുകൾ, മൊത്തക്കച്ചവടക്കാർക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, മറ്റ് സേവന സൗകര്യങ്ങൾ എന്നിവയുണ്ട്. ഈ വർഷം ജൂൺ അവസാനത്തോടെ മാർക്കറ്റിൽ ട്രയൽ ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 7000-ത്തിലധികം ട്രക്കുകൾ കൈകാര്യം ചെയ്യാൻ സിംഗിൾ ഇൻസ്പെക്ഷൻ സ്റ്റേഷന് കഴിഞ്ഞു. കൂടാതെ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്ന് പ്രതിദിനം 800-ലധികം പ്രാദേശിക ട്രക്കുകളും ഇവിടെ എത്തുന്നുണ്ട്. ശരാശരി 5000-ത്തോളം ആളുകൾ പ്രതിദിനം മാർക്കറ്റ് സന്ദർശിക്കുന്നുണ്ട്. സിലാൽ മാർക്കറ്റിൽ പ്രതിദിനം 5000 ടൺ പ്രാദേശികവും ഇറക്കുമതി ചെയ്തതുമായ പച്ചക്കറികളും പഴങ്ങളും വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങളിൽ വെറും 5% മാത്രമാണ് കേടുവരുന്നുള്ളൂ. ഇതിനുള്ള പ്രധാന കാരണം ആധുനിക സൗകര്യത്തോടെയുള്ള കൂളിംഗ് സംവിധാനമാണ്. മാർക്കറ്റ് സ്വദേശികൾക്ക് 300-ലധികം നേരിട്ടുള്ള ജോലികളും 450 പരോക്ഷ ജോലികളും നൽകുന്നുണ്ടെന്ന് അൽ-ഹത്താലി പറഞ്ഞു. ഗസായിൻ ഫുഡ് സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ധോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി എത്തിയ 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തീരത്തിനടുത്തുള്ള ബോട്ടിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പോലീസ് ആണ് പ്രതികളെ പിടികൂടിയത്. 2400-ൽ അധികം പാക്കറ്റ് ഘാട്ട് മയക്കുമരുന്ന് കണ്ടെത്തുകയും ചെയ്തു. അറബ് പൗരത്വമുള്ളവരാണ് പിടിയിലായവർ. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചുവരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അധികൃതർ അറിയിച്ചു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്ന ഇബ്ര ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ന് ആരംഭിക്കും. ഇബ്ര, ബിദിയ, അൽ-കാമിൽ, സിനാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്നും സംഘാടകർ ആയ നഈം ഇബ്ര, മൻസീർ യങ് ലൈഫ്, അൻസാർ ഓൾസന്മാർക്ക്, ഷമീർ ഹാമിൽട്ടൺ, വിജോ ഇബ്ര എന്നിവർ അറിയിച്ചു. ഇബ്രയിലെ വിവിധ ടീമുകൾ മാറ്റുരച്ച ഇബ്ര പ്രീമിയർ ലീഗ് 2024 ഫൈനലിൽ ഇബ്ര വേഴ്സിനെ 14 റൺസിന് തോൽപ്പിച്ച് ന്യൂ സ്റ്റാർ ഇബ്ര ചാമ്പ്യന്മാരായി. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂ സ്റ്റാർ നിശ്ചിത ഓവറിൽ 159 റൺസ് എടുത്തപ്പോൾ ഇബ്ര വേഴ്സ് 145 റൺസിന് എല്ലാവരും പുറത്തായി. ന്യൂ സ്റ്റാറിന് വേണ്ടി ഹമ്മാദ് 10 ബോളിൽ 35 റൺസും അദാൻ 24 ബോളിൽ 33 റൺസും മിർസ 13 ബോളിൽ 29 റൺസും നേടി. വാറിസിന് വേണ്ടി സിഷാൻ 38 ബോളിൽ 85 റൺസ് എടുത്ത് പൊരുതിയെങ്കിലും 14-ാമത് ഓവറിൽ 3 വിക്കറ്റെടുത്ത് ന്യൂ സ്റ്റാറിന്റെ വിജയം ഉറപ്പാക്കി. ടൂർണമെന്റിന്റെ താരമായി ന്യൂ സ്റ്റാർ താരം ഹമ്മാദിനെയും മികച്ച ബാറ്റ്സ്മാനായി ഇബ്ര വേഴ്സ് ക്യാപ്റ്റൻ സിഷാനെയും മികച്ച ബൗളറായും ഫൈനലിലെ താരമായും അസ്മദിനെയും തെരഞ്ഞെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.